Hello dear students, welcome to EduPods. എടാ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ നമ്പർ 2 അറേ. അറേയിൽ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. അതല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, രണ്ട് പാർട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബേസിക് ആയിട്ട് അറേ എന്നാൽ എന്താണ്, രണ്ടാമത്തെ പാർട്ടാണ് സ്ട്രിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു പറ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അറേ പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് എന്നാണ്, ഒരേപോലെയുള്ള ഒരുപാട് എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ് എ ഓഫ് 9, ഇൻഡ് എ ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്താടാ, 9 ബോക്സ് അല്ലെ, 9 പെട്ടികൾ ഉണ്ടാവും. 9 പെട്ടിയാവുമ്പോൾ ഇൻഡിജറിന് 4 ബൈറ്റ് മെമ്മറിയാണ് പഠിക്കേണ്ടത്. 4 ബൈറ്റ് മെമ്മറി, ക്യാരക്ടറിന് 1 ബൈറ്റ് മെമ്മറിയാണ്, ഫ്ലോട്ടിന് 4 ബൈറ്റ് മെമ്മറിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറി വരുവാ അറിയുന്നതാണ് 9 അല്ലെ. 9 ബോക്സ് ആണ്, 9 × 4 36 ബൈറ്റ്. ഇത്ര ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. അപ്പൊ ഇതുമായി മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. എലമെന്റ്സ് ഓഫ് ആൻ അറേ ആർ ആക്സസ്ഡ് യൂസിങ്, ഇങ്ങനെയുള്ള ഇപ്പൊ എ ഓഫ് 9 ഇതിനെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. എന്താ സബ്സ്ക്രിപ്റ്റ്? ഇനി അത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ മറ്റൊരു ഇംഗ്ലീഷ് ഇൻഡെക്സ്, ഏതെങ്കിലും ടേം പഠിച്ചാൽ മതി. എന്താ ചെയ്തേണ്ടത്? എ ഓഫ് 0 ഓഫ് എന്നാ പറയാ, വായിക്കാട്ടോ. എ ഓഫ് 9, എ ഓഫ് 0. യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. അറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സബ്സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വാല്യൂ 0 ആയിരിക്കും, ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ എ ഓഫ് 5 എന്ന് പറയുമ്പോൾ എത്ര ബോക്സ് ഉണ്ടടാ? 5 ബോക്സ് ഉണ്ട്. 0 1 2 3 4. ആൻസർ ഈസ് 4. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അറേ ഈസ് ഡിക്ലെയർഡ് ആസ് ഫോളോസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഒരൊറ്റ പണിയാണ്, ബോക്സ് വരക്കുക. ബോക്സ് വരക്കുക. എത്ര ബോക്സാ? 5 എന്ന് തന്നാൽ 5 ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. 5 ബോക്സ് 0 1 2 3 4 5 ബോക്സസ് ആയി. ഇനി എന്താ വേണ്ടത് മക്കളെ? എന്താ ചെയ്യേണ്ടത്? അതിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 2 3 4 5. തീർന്നു. ഈ 1 2 3 4 5 എന്ന് പറയുമ്പോൾ എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇയാളാണ്, അപ്പൊ ആരാ? 3 ആണ്. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആരാ? ഈ എലമെന്റ് ആണ്. അപ്പൊ 3 + 4 ആൻസർ ഈസ് 7. ഓർത്ത് വെച്ചോ, ഈ ഒരൊറ്റ സ്ലൈഡിൽ മെമ്മറി ഉണ്ട്, ഇൻഡെക്സ് വാല്യൂ ഉണ്ട് അല്ലെ, ടോട്ടൽ മെമ്മറി കാൽക്കുലേഷൻ ഉണ്ട്, മെമ്മറി മാപ്പ് ഉണ്ട്. വളരെ സിമ്പിൾ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ആൻ അറേ. എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റിയാൽ കഴിഞ്ഞു, ഈ ചാപ്റ്ററിന്റെ പകുതി തീർന്നു. അപ്പൊ എന്താ അറേ? അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ്, ഒരേപോലുള്ള എലമെന്റ്സ് ആണ്, കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ അല്ലെങ്കിൽ സിമിലർ എലമെന്റ്സ് ആണ്. എങ്ങനെ എഴുതുക? റെഫറൻസ്ഡ് അണ്ടർ, ഒരൊറ്റ പേര് ഉപയോഗിച്ചിട്ട്, റെഫറൻസ്ഡ് അണ്ടർ സിംഗിൾ നെയിം. മനസ്സിലാവാത്തവർക്ക് മലയാളത്തിൽ ഒരേ പേര് ഉപയോഗിച്ച് ഒരു പറ്റം ആളുകളെ ഒരേപോലുള്ള ഒരുപാട് എലമെന്റ്സിനെ പറയുന്ന പേരാണ് അറേ. അപ്പൊ ഇതിനെ പറയുന്ന മറ്റൊരു വാക്കാണ്, ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. യെസ്. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻഡിജർ അറേ. ഇൻഡിജർ അറേ ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഇൻഡ് എന്ന് ആദ്യം പ്ലേസ് ചെയ്യുക, ഇഞ്ച്. എന്നിട്ട് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. നിങ്ങൾക്ക് തോന്നിയ ഒരു പേരിടാം. എം, ഞാൻ ഇട്ടത് എം എന്നാണ്, എം ഓഫ് 20. തീർന്നു. അന്നേരം ഇതിന്റെ മീനിങ് എന്താ? 20 ബോക്സസ് ക്രിയേറ്റ് ചെയ്യും, എല്ലാം ഒരേ സൈസുള്ള ഇൻഡിജർ ആണ്. അപ്പൊ 20 × 4 ആണ് അതിന്റെ ടോട്ടൽ മെമ്മറി. സെറ്റ് അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അറേ ഡിക്ലറേഷൻ ഫോർ ദ ഫോളോയിങ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേ ക്രിയേറ്റ് ചെയ്യണം. ഇൻഡ് മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ്, 100 കുട്ടികളെ മാർക്ക് സ്റ്റോർ ചെയ്യണം. യെസ്. ഇൻഡ് എന്ന് എഴുതാം, മാർക്ക് എന്ന് ക്രിയേറ്റ് ചെയ്യാം, മാർക്ക് ഓഫ് 100. അവിടെ തീർന്നു, കംപ്ലീറ്റ് ആയി. സെമിക്കോളൻ ഇടാൻ മറക്കരുതേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ഓഫ് എ സ്റ്റുഡൻറ്. ഇപ്പൊ എൻ്റെ പേര് ജസീം. നമ്മൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ മക്കൾ ഓരോരുത്തരുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ക്യാരക്ടറാണ്. അപ്പൊ ക്യാർ നെയിമാണ്. നെയിം എത്ര ഉണ്ടാവൂടാ? എൻ്റെ പേര് 2 അക്ഷരം ഉണ്ടാവുള്ളൂ. അല്ല, ജസീം എന്ന് എഴുതുമ്പോൾ, ഈ എജുപോഡ് എന്ന് എഴുതുമ്പോൾ തന്നെ 7 ലെറ്റേഴ്സ് ആയി. അപ്പൊ മാക്സിമം നമ്മളൊന്ന് കയറി കണ്ടറിഞ്ഞ് ഒന്ന് കയറ്റിയിടുക. കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ഓഫ് 20 എന്നൊക്കെ ഇടുക. വെറൈറ്റി ആയി. ഇന്നെ പഠിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിക്ലെയർ ആൻ ഇൻഡിജർ അറേ വിത്ത് 5 എലമെന്റ്സ്. ഇങ്ങനെ പകുതി വായിക്കുമ്പോൾ തന്നെ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഡിക്ലെയർ ആൻ ഇൻഡിജർ അറേ. അപ്പൊ ഇൻഡിജർ അറേ ക്രിയേറ്റ് ചെയ്യാം. ഇൻഡ് എ ഓഫ് 5 is equal to, initialize എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഇടുക.
വാല്യൂസ് തന്നിട്ടുണ്ട്, ആ വാല്യൂസ് ഇതേപോലെ പ്ലേസ് ചെയ്യുക. 20, 22, 24, 26, 28. അവിടെ തീർന്നു. യെസ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ മെമ്മറി അലോക്കേഷൻ ഫോർ എ സിംഗിൾ ഡയമെൻഷൻ അറേ. ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താ? മെമ്മറി മാപ്പ് വരക്കാനാ ചോദ്യം. മെമ്മറി മാപ്പ് എങ്ങനെ മെമ്മറി വരക്കുക? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇൻഡ് എ ഓഫ് 10 ഇങ്ങനെ ബോക്സ് ക്രിയേറ്റ് ചെയ്താൽ ഇതിന്റെ മീനിങ് എന്താ? 10 ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ആണോ അല്ലേ? 10 ബോക്സ്. ഡൗട്ട് ഉള്ളവർക്ക് വെന്നെണ്ണി നോക്കാം. 10 ബോക്സ് ഒരേ വലുപ്പമുള്ള ബോക്സ് ആട്ടോ. കമ്മിറ്റുമായി സഹകരിക്കുക. യെസ്. എന്താ ചെയ്യേണ്ടത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രേ ഉള്ളൂ. ഇതിന്റെ ടോട്ടൽ മെമ്മറി എത്ര ഉണ്ടാവൂടാ? ഞാൻ പഠിപ്പിച്ച മക്കൾ. യെസ്. ടോട്ടൽ മെമ്മറി ഈക്വൽ ടു എവിടെ ദാ ടോട്ടൽ മെമ്മറി എത്ര ഉണ്ടാവൂടാ? ടോട്ടൽ മെമ്മറി എത്ര ബോക്സ് ഉണ്ടടാ? 10 ബോക്സസ് ഉണ്ട്. 10 ഇൻറ്റു അല്ല 10 ഇൻറ്റു ഓരോ ബോക്സിന്റെ സൈസ് 4 ആണ്. അപ്പൊ 10 ഇൻറ്റു 4 40 ബൈറ്റ് മെമ്മറി. സെറ്റ് അല്ലേ? ഇതേപോലെ ക്യാരക്ടർ ആണെങ്കിലോ ക്യാരക്ടർ നെയിം ഓഫ് 25 ഇങ്ങനെയാണെങ്കിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. എത്ര വലുപ്പമുള്ള ബോക്സാ? 25 ബോക്സ്. ആണോ അല്ലേ? 25 ബോക്സിന്റെ പ്രത്യേകത 0 സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് നമ്പർ 24 ആയിരിക്കും. 0 മുതൽ 24. അപ്പൊ ടോട്ടൽ മെമ്മറി എത്ര വരൂടാ? ടോട്ടൽ മെമ്മറി ഈക്വൽ ടു 25 ഇൻറ്റു 1 ദാറ്റ് ഈസ് 25 ബൈറ്റ് മെമ്മറി. സെറ്റല്ലേ? വിളിച്ചോ. യെസ്. രണ്ടാമത്തെ പാർട്ട്, ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ട് സ്ട്രിങ് ആണ്. ആകെ പഠിക്കേണ്ടത് 2 കാര്യമാണ്. എന്താണ് സ്ട്രിങ്? സ്ട്രിങ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ജസീം, എജുപോർട്ട് ഇങ്ങനെ സ്ട്രിങ് ഗ്രൂപ്പായിട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ. ക്യാരക്ടറിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സ്ട്രിങ്. വിച്ച് ഹെഡർ ഫയൽ? ഇതിൽ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലിന്റെ പ്രത്യേകത കൺസോൾ IO ഫംഗ്ഷൻ ആണ്. അത് stdio ആണ്. എന്താ stdio? കാണിച്ചണം. വിച്ച് ഹെഡർ ഫയൽ ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് കൺസോൾ IO ഫംഗ്ഷൻ? കൺസോൾ IO ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ ഏതാ വരിക? cstdio. അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മക്കൾ ശ്രദ്ധിച്ചോ. cstdio ആഷ് ഇൻക്ലൂഡ് cstdio. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എ സ്ട്രിങ് ഈസ് ടെർമിനേറ്റഡ് ബൈ. ഒരു സ്ട്രിങ്ങിന്റെ അവസാനത്തിൽ ആരാണ്ടാവുക? ഇപ്പൊ ഞാൻ ജസീം എഴുതി. ജസീം എഴുതുമ്പോൾ JASEEM അവസാനത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണ്. ദാറ്റ് ക്യാരക്ടർ ഈസ് കോൾഡ് നൾ ക്യാരക്ടർ. എന്താ വായിക്കുക? നൾ ക്യാരക്ടർ. എല്ലാ സ്ട്രിങ്ങിന്റെയും അവസാനത്തിൽ ആരുണ്ടാവൂടാ? നൾ ക്യാരക്ടർ ഉണ്ടാവും. ഡബിൾ കോട്ട് ഇട്ടുള്ള എഴുതുന്ന എലമെന്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ സ്ട്രിങ്ങും ഇപ്പൊ എജുപോർട്ടിൽ എത്ര അക്ഷരം ഉണ്ട് എന്ന് പറഞ്ഞാൽ EDUPORT പോരാ. അവസാനത്തിലൊരു ലെറ്റർ നൾ ക്യാരക്ടർ. മറ്റൊരു ക്വസ്റ്റ്യൻ. How many bytes will be allocated in the memory to store the string my school? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ മൈ സ്കൂൾ എന്ന് എഴുതുമ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ എണ്ണം അതെണ്ണണെങ്കിൽ പിടിച്ചോ. ഹൗ മെനി ബൈറ്റ്സ് ആണ്? എന്നാ പിടിച്ചോ. 1 എമ്മിന് 1, 2 സ്പേസ് ഉണ്ട് അവിടെ. അപ്പൊ 3, 4, 5, 6, 7, 8, 9 കണ്ണുകൊണ്ട് 9 കിട്ടും. പക്ഷെ ഒളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു സ്പെഷ്യൽ ചങ്ങായി ദാറ്റ് ഈസ് 1. അപ്പൊ ടോട്ടൽ എത്രടാ? 9 + 1 ടോട്ടൽ 10 ബൈറ്റ് മെമ്മറി. എന്താ ഈ 10 എങ്ങനെയായത്? ക്യാരക്ടർ ആണ്. ക്യാരക്ടറിന് 1 ബൈറ്റ് മെമ്മറിയാണ്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ, ഡിസ്റ്റിംഗ്വിഷ് ദ മെമ്മറി ഓഫ് ദ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. അടിപൊളിയാണ്. HSC അല്ലെ, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് തമ്മിൽ വ്യത്യാസം എന്താ? രണ്ടും ഡബിൾ കോട്ട് ഉണ്ട്. രണ്ടും ഡബിൾ കോട്ട് ഉണ്ടെങ്കിലും അതെന്താണ്? സ്ട്രിങ് ആണ്. പക്ഷേ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആദ്യത്തേല് ഓഫ് 10 ഉണ്ട്. ഓഫ് 10 അല്ലെ, ഓഫ് 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓഫ് 10 എന്ന് പറയുമ്പോൾ ഒരു 10 ബോക്സ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ? 10 ബോക്സ് 5 10 ബോക്സസ് ക്രിയേറ്റ് ചെയ്യും. 10 ബോക്സസിൽ HSC കണ്ടോ? HSC എന്ന് എഴുതും. അവസാനത്തിൽ നൾ ക്യാരക്ടർ. അപ്പൊ ഇറ്റ് ടേക്സ് 10 ബൈറ്റ് മെമ്മറി. എത്രടാ? 10 ബോക്സസ് ആണ്. 10 × 1 10 ബൈറ്റ് മെമ്മറി എടുക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ രണ്ടാമത്തെ കേസിന്റെ പ്രത്യേകത അവിടെ ബോക്സ് കൊടുത്തില്ല. ബോക്സിന്റെ ഉള്ളിൽ വാല്യൂസ് കൊടുത്തില്ല. അന്നേരം നമ്മൾ എഴുതുന്ന സ്റ്റൈല് സാധാ HSC. കണ്ടോ? സാധാ HSC HSE
നൾ ക്യാരക്ടർ. ആവശ്യത്തിന് മാത്രമേ മെമ്മറി എടുക്കുള്ളൂ. HSC. അപ്പൊ നൾ ക്യാരക്ടർ. അപ്പൊ ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറി വരൂടാ? ടോട്ടൽ മെമ്മറി 4 × 1 4 ബൈറ്റ് മെമ്മറി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യട്ടാ. അടിപൊളിയല്ലേ? സോ ലാസ്റ്റ് വൺ, ക്യാർ STR. അപ്പൊ STR of 20 എന്ന് പറഞ്ഞാൽ 20 അക്ഷരം സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു. സീൻ STR, സീൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്തു. സി ഔട്ട് STR, അത് പ്രിന്റ് ചെയ്തു. അവിടെ വിവാദമുള്ള സാധനം, ഈ ചാപ്റ്ററിൽ വിവാദമുള്ള സാധനം ദാ ഈ ഒരു എലമെന്റ് മാത്രമാണ്. ഹലോ വേൾഡ് എന്ന് കൊടുത്ത്. ഹലോ വേൾഡിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഹലോ വേൾഡ് 2 വാക്കാണ്. 2 വാക്ക് സീനില് കഴിയൂല. സ്പേസ് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തേ വരുള്ളൂ? ഹലോ. ജസ്റ്റിഫൈ യുവർ ആൻസർ ആണ്. എന്താ ജസ്റ്റിഫൈ പറയാ? സി ഇന്നിന്റെ കേസിൽ അല്ലെ, സി ഇന്നിന്റെ കേസിൽ എന്താ വരുള്ള? നൾ സ്പേസ് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ആവും അല്ല. ഈ ഇൻ സീൻ ദ സ്പേസ് ഈസ് ദ ഡെലിമീറ്റർ. മനസ്സിലായില്ല? എൻഡ് ഓഫ് സ്ട്രിങ്. ഒരു സ്ട്രിങ് അവസാനിച്ചു എന്ന് കൊടുക്കണമെങ്കിൽ സി ഇന്നിലാണെങ്കിൽ ഒരു സ്പേസ് ഇട്ടാൽ അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ നിൽക്കിയാൽ സ്ട്രിങ് അവസാനിച്ചു എന്നുള്ള മീനിങ് ആണ് വരിക. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, എക്സ്പ്ലെയിൻ എനി 2 കൺസോൾ IO ഫങ്ഷൻസ്. 2 IO ഫങ്ഷൻസ് ഏതാ? ഗെറ്റ്സും പുട്സും. ഈ IO കൺസോൾ IO ഫംഗ്ഷൻ ഡാറ്റ ഫയലാണ് CSTDIO. എന്താ? വന്ദേ മാതരം. വന്ദേ മാതരം അല്ല, സേവ് എൻവിറോൺമെന്റ്. നേരത്തെ ഹലോ വേൾഡ് പറഞ്ഞ അതേപോലെ സീനിന്റെ പ്രോബ്ലം ആണ്. ആദ്യത്തെ വേർഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വന്ദേ മാതരം, സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ, അങ്ങനെ ഒരുപാട് 2 വേർഡുള്ള എലമെന്റ്സ് തരും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൈ നെയിം ഈസ് എ വേരിയബിൾ കണ്ടെയ്നിങ് എ സ്ട്രിങ്. മൈ നെയിം ഒരു വേരിയബിളിന്റെ പേരാണ് മൈ നെയിം. റൈറ്റ് 2 C++ സ്റ്റേറ്റ്മെന്റ് ടു ഡിസ്പ്ലേ ദ സ്ട്രിങ്. ഈ മൈ നെയിം എന്നുള്ള വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ നമുക്ക് 2 C++ സ്റ്റേറ്റ്മെന്റ് ആ ചോദ്യം. ഒന്നുമില്ല, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് തന്നെ. സി ഔട്ട് മൈ അണ്ടർസ്കോർ നെയിം വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. രണ്ടാമത്തതാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗെറ്റ്സിന്റെ ഓപ്പോസിറ്റ് എലമെന്റ്, ദാറ്റ് ഈസ് കോൾഡ് പുട്സ്. പുട്സ് മൈ നെയിം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാക്കൂലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ 2 ടോപ്പിക്, അറേയും സ്ട്രിങ്ങും. താങ്ക് യു.